നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതായി ഇന്നലെ നിർത്തിയിരുന്നു, ഞാൻ ഇന്ന് തുടങ്ങിയാണ്. നമ്മുടെ ചാച്ചാജി ഇവിടെ എത്തിയിട്ടുണ്ട്. ദപ്പയൊക്കെ വെച്ചത് ഉമ്മ അവിടെ അതിന് റോസാപ്പ് കുത്തി കൊടുക്കും ഉമ്മ. എങ്ങനെയാണ് ലുക്ക് നോക്കിയടാ? ആഹാ, ഒറിജിനൽ മാറി നിൽക്കും. റോസാപ്പ് കൂടെ കുത്തിക്കൊണ്ടിരിക്കും. 9 മണിക്ക് പോകണമല്ലോ, 9 മണിയായി. ഇവനാക്കിയിട്ട് വേണം എനിക്ക് ക്ലാസ്സിൽ പോകാനായിട്ട്. കുത്തി ഇവിടെ നോക്കി. ആഹാ, അടിപൊളി. നമ്മള് സ്കൂളിലെത്തിയിട്ടുണ്ട്. ബാഗ് തുറ. ഓക്കെ, ബൈ ഗൈസ്. നമ്മൾ അവനെ കൊണ്ട് ആക്കിയതേ. ഞാൻ ക്ലാസ്സിൽ പോകാൻ പോയി. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ ഞാൻ ഓർത്തത് ID കാർഡ് എടുത്തില്ല. അതേ അപ്പോൾ ഉമ്മ ID കാർഡ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് ID കാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. സ്ഥിരം പോണൊരു വണ്ടിയുണ്ട്, അത് വൈറ്റിലെ വണ്ടി നേരിട്ടുള്ള. അതാകുമ്പോൾ പിന്നെ ഇല്ലെങ്കിൽ 3 ബസ് കയറേണ്ടി വരും. അപ്പോൾ നോക്കാം, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കിട്ടാൻ നോക്കാം. ഞാൻ പോയിട്ട് വരാം, ബൈ. കുറച്ച് അരൂര് വണ്ടിയാണ് കിട്ടിയത്. ഒരു അരൂര് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കറക്റ്റ് പാലാരോട്ടം കണ്ട് കിട്ടിയാൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വൈറ്റത്ത് വന്നിട്ട് അവിടെ നിന്ന് പാലാരോട്ടം പോകും. നമുക്ക് അരൂരിൽ നിന്ന് കറക്റ്റ് പാലാരോട്ടം കൊണ്ട് കിട്ടിയായിരുന്നു. ഇപ്പം അതിനകത്ത് കയറി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 11 മണി ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് പ്രസൻറ്റേഷൻ ഉണ്ട്, ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഇല്ല, നമുക്ക് ശരിയാക്കാം, ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് നിന്നിട്ടാ നമുക്ക് കൂട്ടുകാരന്മാർ ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. എടാ നിന്നടാ, എങ്ങനെ ഉണ്ടായിരുന്നെടാ പ്രസൻറ്റേഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? നിന്നേക്കാൾ നന്നായിരുന്നു. എല്ലാവർക്കും മടുപ്പായി തോന്നുന്നു. പ്രസൻറ്റേഷനൊക്കെ എടുത്ത് വായിൽ വെള്ളം പറ്റി. ഇതാണ് ഒരു പത്ത് കഴിക്കാം. പുറത്തല്ല മഴ, പോകാൻ പറ്റുക. എന്നോട് BMW വെക്കണ്ട, ഞാൻ മാത്രമാണ് ഉമ്മാരുണ്ട്. ഇടാ കൊച്ചു പത്ത് കഴിക്കണം. പത്തൻ്റെ സമയം ഈ വണ്ടി കണ്ട, എൻ്റെ ഫേവറേറ്റ് വണ്ടി, ഫോർച്യൂണർ ലെജൻഡർ. ഒരു ദിവസം നമ്മളുടെ എടുക്കും. നിങ്ങളെൻ്റെ പ്രസൻറ്റേഷൻ കണ്ടില്ല, നിങ്ങൾ ആദ്യം അത് പോയി കണ്ടോ. ഞാൻ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതിന് പറയുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് ഒരു ചുരുക്ക രൂപത്തിൽ പറയുകയാണ്. ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ ക്രൂഷ്യൽ എലമെന്റ് വിത്തിൻ ദ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രോസസ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സിന്റെ ഫീൽഡ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പോർഷനാണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ, ലിങ്കിങ് വേരിയസ് സ്റ്റേജസ് ഓഫ് സപ്ലൈ ചെയിൻ. അതായത് ഒരു ഗുഡ്സ്, അതായത് ഫിസിക്കലായിട്ടുള്ള ഒരു ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനാണ് ട്രാൻസ്പോർട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്റർനാഷണൽ വ്യാപാരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ഗൈസ്, എൻ്റെ പ്രസന്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്താ അഭിപ്രായം വെച്ചാൽ കമന്റ് ചെയ്യട്ടെ. കുഴപ്പമില്ലായിരുന്നു. ഞാൻ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയായി. ഇപ്പം ഇത്തടെ കൊച്ചിവിടെ ഉണ്ട്. അപ്പം നമുക്കിനി കുറച്ചേരം അവനായിട്ട് കളിക്കാം, ബോറടിക്കും. എടുക്കട്ടെ, യൂട്യൂബിൽ ഇടാം. എന്നാ കപ്പലുണ്ടാ, എങ്ങനെ വന്നേക്ക് എടുത്തോട്ടെ. വേണ്ടേ? തരുവോ? വീഡിയോ എടുക്കട്ടെ, യൂട്യൂബിലിടാം. എടുക്കട്ടെ? പോയാണോ? ഒരു പാട്ട് പാടിക്ക്. ഒരു പാട്ട് പാടുവാ. ഒരു പാട്ട് പാടിക്ക്, എല്ലാരും കേക്കണ്ട. പാട്ട് പാട്. എന്നാ കപ്പലുണ്ടായി തന്നേക്ക്, കപ്പലുണ്ടായി തന്നേക്ക്. പാട്ട് പാടി കപ്പലുണ്ടായി തന്നേക്ക്. ഇങ്ങോട്ട് തരൂലേ? ഏയ് ചാക്കാനെ കൊണ്ട് അടുപ്പിക്കണ്ട. ഈ ചാക്ക അതിലേ മേടിച്ചെടുക്കൂ. മേടിച്ചെടുക്കൂ. തന്നേക്ക്, ഇങ്ങനെ തന്നേക്ക്. നീ തന്നേക്ക്. സെൽഫി എടുക്കാം. നീ ഇവിടെ കയറി സെൽഫി എടുക്കാം. വാ ഇടാ, കയറി വാ. എടേ ഇപ്പുറത്താണ് സെൽഫി എടുക്കാം. ചിരിച്ചേ ഞങ്ങള് 3 പേരും ചിരിച്ചേ. ചിരിച്ചാ? എടുക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ. ആയിട്ടുണ്ട് ഫോട്ടോ.
ഉമ്മാക്ക് എന്നെ ഒന്ന് ഇന്നലെ രാത്രി വിളിക്കായിരുന്നല്ലോ. എന്തോരം വിളിച്ചു. ചോറ് തിന്നേ? ചോറ് നിന്നില്ല. ഇവിടെ ചോറ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീ എഴുന്നേറ്റ ഞാനല്ല, ഇന്നലെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇന്നലെ 8:30 ആയപ്പോ തന്നെ ജസ്റ്റ് ഒന്ന് കിടന്നു, അപ്പൊ തന്നെ ഉറങ്ങിപ്പോയി. ഇപ്പൊ പിറ്റേ ദിവസമാണ്. ഇപ്പൊ എന്താ പറയാ, എനിക്ക് ശ്രദ്ധയില്ല. എന്താണെന്ന് വിളിക്കുന്ന ഒന്ന് ഓർപ്പിച്ചൂടെ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് വിളിച്ച് ചോറ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. പിന്നെ എടുത്ത് വെച്ച് ചോറ് കൊണ്ട് മൂടി വെച്ച്. അതെന്താ ചോറിരിപ്പുണ്ട? ചോറ് ഇരിപ്പുണ്ട്, കറിയൊക്കെ ഇരിപ്പുണ്ട്. ചോറ് വെച്ച് അപ്പൊ നിങ്ങൾക്ക് വലുത് ഉറക്കമാണ്, അത് നടക്കട്ടെ എന്ന് ഞാൻ കൊടുത്തു. ഞാൻ ഉറങ്ങിയാണ്ടല്ല, ആന കുത്തിയാൽ ഞാൻ എണീക്കാന്നാണ് ഇവര് പറയണത്. ശരിയാണ്? ആന കുത്തിയാൽ ഒരു 100,000 വിളി വിളിക്കണം. ഉറക്കം മുഖ്യമ്പിക്കില്ലേ? എന്താ പനിയാണോ? എന്തോ ജലദോഷം? അത് രാവിലെ എണീറ്റേന്റെ ആണ്. ഇനിയുണ്ടല്ല, ഇനി എനിക്കൊരു ഷോർട്സ് എടുക്കാനുണ്ട്. ഷോർട്സ് എടുത്തിട്ട് ക്ലാസ്സിൽ പോകണം. സമയമില്ല. എന്റെ പ്രസന്റേഷൻ കണ്ടായിരുന്നു അമ്മ? ഇന്നത്തെ വീഡിയോയിൽ കണ്ടാ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഇനി വീഡിയോ കണ്ട അഭിപ്രായം പറഞ്ഞാൽ മതി. ഓക്കെ? അപ്പതേ ഇനി എനിക്ക് പോയി ഷോർട്സ് എടുക്കാനുണ്ട്, സമയമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതിലേക്ക് ബൈ.